ജോസ് കെ മാണി ഇന്ന് രാജ്യസഭയിലെത്തിയപ്പോൾ ഇട്ട ഷർട്ടിൽ ചെറിയൊരു പ്രത്യേകതയുണ്ട്. മലയാളം അക്ഷരങ്ങളാണ് ഈ ഷർട്ടിലുള്ളത്. അങ്ങനെ സാധാരണ ഇങ്ങനെയുള്ള ഷർട്ടുകൾ ഇടാത്ത ഒരാളാണ്. പ്ലെയിൻ ഷർട്ടുകളാണ് അധികവും ഇടുന്നത്. ഇതെന്താ ഇന്ന് സംഭവിച്ചത്? പറഞ്ഞ പോലെ സാധാരണ പ്ലെയിൻ ഷർട്ടാണ് ഇടുന്നത്. പക്ഷേ ഇതുവരെ ഇട്ടിട്ടില്ല, ആദ്യമായിട്ട് ഇടുന്നതാണ്. ഇന്നൊരു പ്രത്യേകതയുള്ളത്, കേരള എന്നുള്ളത് കേരളമാക്കിയ ബില്ല് പാർലമെൻറ്റിൽ ഇന്ന് രാജ്യസഭയിൽ പാസ്സാക്കാൻ പോവുകയാണ്. വളരെ നാളുകൾക്ക് നമ്മൾ കാത്തിരുന്നതാണ്. നമ്മുടെ സ്വന്തം പേര്, നാട്ടിൻ്റെ പേരാണ് കേരളം. അപ്പോൾ ഇത് ഒരു ഡിസൈനൊന്നുമല്ല, അക്ഷരങ്ങളാണ്. ഈ ഓരോ അക്ഷരത്തിനും ഓരോ കഥയുണ്ട്. ഓരോ അക്ഷരത്തിൻ്റെ പിന്നിൽ ഓരോ സംസ്കാരമുണ്ട്, ഓരോ ആത്മാവുണ്ട്. ഇത് കേരളം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വികാരമാണ് എല്ലാവർക്കും, അല്ലേ? ആരാ സെലക്ട് ചെയ്തത്? ഞാൻ തന്നെ സെലക്ട് ചെയ്തതാണ്. അത് ഇങ്ങനെ പോയപ്പോൾ പെട്ടെന്ന് കേരളം എന്ന് കണ്ടു. ഇത് കുറച്ച് നാളായി എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്. ഉപയോഗിക്കാൻ കണ്ട് ഇഷ്ടപ്പെട്ടു കേരളം. ഇനി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സമയം, ഒരു ഒക്കേഷൻ കണ്ടില്ല. അപ്പം ഇന്ന് പെട്ടെന്ന് ഇത് വന്നു. അപ്പോൾ ഞാനതങ്ങ് എടുത്തു. ഷർട്ട് ഉണ്ടല്ലോ എന്ന് വന്നു, ഓർമ്മ വന്നു. ഏതൊക്കെയാലും അത് ഇട്ടു. നല്ല ഒരു ഒക്കേഷനാണ്. കാരണം ഇത് ഈ ഷർട്ട് കണ്ടിട്ടേ സഭയിലെത്തിയപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിച്ചു? വളരെയധികം ആളുകൾ എന്തിനാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ളതല്ലാതെ പോലും ഇത് എന്താണ് ഒരു ആൽഫബറ്റ് ആണോ എന്ന് ചോദിച്ചു. ഞങ്ങളുടെ ആൽഫബറ്റാണ്. ഒന്നുമല്ല, നമ്മുടെ അത് പറഞ്ഞു ഇത് സാധാരണ ഒരു ഷർട്ട്. പക്ഷേ ഇത് ഞാൻ കടയിൽ വെച്ച് കണ്ടപ്പോഴേ തന്നെ ഇത് എടുക്കണം, എൻ്റെ സ്വന്തമാക്കണം, എൻ്റെ സ്വന്തം കേരളം. ഞാനിത് ഇപ്പം എറണാകുളത്ത് നിന്ന് എടുത്തത്. ഏതായാലും കൊള്ളാം, ഇത് ശ്രദ്ധിക്കപ്പെട്ടു. ഇന്നത്തെ ദിവസത്തെ സ്റ്റാറാ രാജ്യസഭയിൽ. ഏതായാലും ഇന്നിപ്പോൾ മലയാളം കേരളം എന്നാക്കുന്ന കേരളത്തെ കേരളം എന്ന രൂപത്തിൽ പുനർനാമകരണം ചെയ്യുന്ന ബില്ല് പാസ്സാക്കാൻ പോവുകയാണ് രാജ്യസഭയിൽ. അതനുബന്ധിച്ചാണ് ഈ രൂപത്തിലൊരു ഷർട്ട് ഇട്ടുകൊണ്ട് ജോസ് കെ മാണി സഭയിലെത്തിയത്.